ബീഹാറിലെ മുസാഫർപൂർ ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമം. ഉച്ചസമയത്തെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ആ ഗ്രാമം അലസമായി മയങ്ങുകയായിരുന്നു. ഗ്രാമത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ കച്ചി റോഡിലൂടെ പെട്ടെന്നൊരു പൊടിപടലം ഉയർന്നു. ഗ്രാമവാസികൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കെ നീല ലൈറ്റുകൾ തെളിയിച്ച 3 സർക്കാർ വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവിടെ വന്നു നിന്നു. സാധാരണയായി ഒരു പോലീസുകാർ പോലും വരാത്ത ആ സ്ഥലത്ത് ഇത്രയും വലിയ വാഹനങ്ങൾ കണ്ടപ്പോൾ ഗ്രാമവാസികൾക്കിടയിൽ പരിഭ്രമമായി. ഏതോ വലിയ ഉദ്യോഗസ്ഥൻ എന്തോ ഗൗരവകരമായ പരിശോധനയ്ക്ക് വന്നതാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ആദ്യത്തെ വണ്ടിയിൽ നിന്ന് സുസജ്ജമായ വേഷം ധരിച്ച ഗൗരവക്കാരനായ ഒരു യുവാവ് പുറത്തിറങ്ങി. അദ്ദേഹം ആ ജില്ലയിലെ കളക്ടർ അഥവാ DM ആയിരുന്നു. കൂടെ SDM, തഹസിൽദാർ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ചുറ്റും ഫയലുകളുമായി നിന്നു. എന്നാൽ DM അവരോടൊന്നും സംസാരിച്ചില്ല. ഒരു ഫയലും അദ്ദേഹം പരിശോധിച്ചില്ല. പകരം റോഡ് അവസാനിക്കുന്നിടത്ത് നിന്ന് തുടങ്ങുന്ന ഇടുങ്ങിയ മൺപാതയിലേക്ക് അദ്ദേഹം നോക്കി നിന്നു. ഉദ്യോഗസ്ഥരും നാട്ടുകാരും അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാതെ പുറകിൽ നടന്നു. ആർക്കും ഒന്നും ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ DMന് വഴി ചോദിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ആ പാതയിലെ ഓരോ വളവും ഓരോ കുഴിയും ചാഞ്ഞു നിൽക്കുന്ന ഓരോ മരവും അദ്ദേഹത്തിന് അത്രമേൽ പരിചിതമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് താൻ നഗ്നപാതനായി സ്കൂളിൽ പോയിരുന്ന വഴിയാണത്. തൻ്റെ അമ്മയോടൊപ്പം വെള്ളം കോരാൻ പോയിരുന്ന വഴിയാണത്. നടക്കും തോറും അദ്ദേഹത്തിന് ഉള്ളിൽ ഓർമ്മകളുടെ തിരമാലകൾ അടിച്ചുകയറി. കുറച്ചു ദൂരം നടന്നപ്പോൾ ദ്രവിച്ച ഒരു പഴയ കുടിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടു. ചുവരുകളിലെ മണ്ണ് അടർന്നു വീണിരിക്കുന്നു. മേൽക്കൂരയിലെ ഷീറ്റുകൾ കാറ്റിൽ പറക്കാതിരിക്കാൻ കല്ലുകൾ എടുത്തു വച്ചിരിക്കുന്നു. മുറ്റത്ത് ഒരു പഴയ കട്ടിലും ഒഴിഞ്ഞ ഒരു മൺകുടവും മാത്രം. തൻ്റെ ഗൗരവമെല്ലാം വെടിഞ്ഞ് ആ വീടിന് മുന്നിൽ അദ്ദേഹം ഒരു നിമിഷം തടഞ്ഞു നിന്നു. ഇത് ഒരു സർക്കാർ രേഖയിലുള്ള സ്ഥലമല്ല, മറിച്ച് തൻ്റെ ജീവിതം തുടങ്ങിയ ഇടമാണ്. തൻ്റെ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നിരുന്ന ഇടം. DM സാവധാനം ആ കുടിലിൻ്റെ വാതിലിന് അരികിലേക്ക് നടന്നു. കുടിലിൻ്റെ വാതിൽക്കൽ അദ്ദേഹം കൈവച്ചപ്പോൾ ചുവരിലെ മണ്ണ് അടർന്നു താഴെ വീണു. സമയം ആ വീടിനെ എത്രത്തോളം തകർത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു അത്. അദ്ദേഹം അകത്തേക്ക് നോക്കി. വെളിച്ചം കുറവായ ആ മുറിക്കുള്ളിൽ തറയിൽ ഒരു വൃദ്ധ ഇരിക്കുന്നുണ്ടായിരുന്നു. വളഞ്ഞ നടുവും വിറയ്ക്കുന്ന കൈകളുമായി അവർ അടുപ്പിൽ തീ കത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അടുപ്പ് കത്തുന്നില്ല. വർഷങ്ങളായുള്ള കാത്തിരിപ്പിൻ്റെ ക്ഷീണം ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. തൻ്റെ മകൻ ഒരു വലിയ ഉദ്യോഗസ്ഥനാകാൻ വേണ്ടിയാണ് ആ അമ്മ ഒരു കാലത്ത് കഷ്ടപ്പെട്ടത്. പക്ഷേ ഇന്ന് അവർ തനിച്ചാണ്. പെട്ടെന്ന് അകത്തുനിന്ന് ഒരു ചുമ കേട്ടു. "ആരാണ്?" എന്ന് വളരെ തളർന്ന സ്വരത്തിൽ അവർ ചോദിച്ചു. ആ ചോദ്യത്തിൽ ഭയമില്ലായിരുന്നു, മറിച്ച് വലിയൊരു ഏകാന്തതയുടെ ആഴമുണ്ടായിരുന്നു. DM സാവധാനം അകത്തേക്കൊരു ചുവട് വെച്ചു. അമ്മ തലയുയർത്തി നോക്കി. കാഴ്ചശക്തി കുറഞ്ഞ ആ അമ്മയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. "സർക്കാർ ഉദ്യോഗസ്ഥനാണോ?" എന്ന് അവർ ചോദിച്ചു. അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നാൽ രേഖകൾ പരിശോധിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും വരുന്നവർ മാത്രമായിരുന്നില്ല. "എന്തെങ്കിലും രേഖകൾ വേണമെങ്കിൽ പിന്നീട് വരൂ, എനിക്കിന്ന് സുഖമില്ല" എന്ന് പറഞ്ഞ് അവർ വീണ്ടും അടുപ്പിലേക്ക് നോക്കി. തീ കത്തിക്കാൻ അവർ ശ്രമിച്ചപ്പോൾ തീപ്പെട്ടി താഴെ വീണുപോയി. DM കുനിഞ്ഞ് ആ തീപ്പെട്ടി എടുത്ത് അടുപ്പ് കത്തിച്ചു കൊടുത്തു. തൻ്റെ അടുത്ത് ഇത്രയും താഴ്മയോടെ നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് അവർ അത്ഭുതപ്പെട്ടു. "ഈ കൈകൾ ഒരു ഉദ്യോഗസ്ഥൻ്റേത് പോലെ തോന്നുന്നില്ലല്ലോ" എന്ന് ആ അമ്മ മന്ത്രിച്ചു. അമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ DMൻ്റെ ഹൃദയം തകർന്നു. അദ്ദേഹം ആ പഴയ കട്ടിലിൽ ഇരുന്നു.
12 വർഷം മുൻപ് താൻ ഉപേക്ഷിച്ചു പോയ ആ വീടും അമ്മയും ഇത്രയും ദയനീയാവസ്ഥയിലാണെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഗ്രാമത്തിലെ DM ആയി ചാർജ് എടുത്തിട്ടും തൻ്റെ സ്വന്തം വീട്ടിലെ ഇരുട്ട് മാറ്റാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന ആ കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. പുറത്ത് ഉദ്യോഗസ്ഥരും നാട്ടുകാരും നിശബ്ദരായി നിൽക്കുകയായിരുന്നു. അധികാരത്തിൻ്റെ ചുവപ്പുനാടകൾക്ക് അപ്പുറം ഒരു മകൻ്റെയും അമ്മയുടെയും പുനഃസമാഗമത്തിൻ്റെ ആദ്യ നിമിഷങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. അമ്മയുടെ അടുത്തിരുന്ന് DM മോഹൻ തൻ്റെ ഗൃഹാതുരമായ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. ആ മുറിക്കുള്ളിലെ ഓരോ മണവും അദ്ദേഹത്തിന് പരിചിതമായിരുന്നു. താൻ കുഞ്ഞായിരുന്നപ്പോൾ ഈ മൺചുമരുകളിൽ വരച്ചിരുന്ന ചിത്രങ്ങൾ ഇപ്പോഴും മങ്ങിക്കാണാം. എന്നാൽ ആ സ്നേഹനിധിയായ അമ്മയ്ക്ക് മുന്നിൽ താൻ ഇപ്പോഴും ഒരു അപരിചിതനായ സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രമാണെന്ന സത്യം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അമ്മ വീണ്ടും ചോദിച്ചു, "എവിടെ നിന്നാണ് വരുന്നത് മോനെ?" "ഇവിടെ അടുത്തുനിന്നു തന്നെയാണ് അമ്മേ" എന്ന് അദ്ദേഹം വിറയ്ക്കുന്ന സ്വരത്തിൽ മറുപടി നൽകി. അമ്മ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ വലിയൊരു പരിഹാസമുണ്ടായിരുന്നു. "എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇവിടെ നിന്ന് വരുന്നു എന്ന് പറയും, പക്ഷേ ആരും ഇവിടെ നിൽക്കാറില്ല." അമ്മയുടെ കണ്ണുകൾ അറിയാതെ കുടിലിന് പുറത്തുള്ള ആ ഇടുങ്ങിയ മൺപാതയിലേക്ക് നീണ്ടു. "എൻ്റെ മകനും ഈ വഴിയിലൂടെയാണ് പോയത്. ജോലി തേടി പോയതാണ്. പോയിട്ടിപ്പോൾ 12 വർഷം കഴിഞ്ഞു." 12 വർഷം എന്ന കണക്ക് കേട്ടപ്പോൾ മോഹൻ്റെ മുഷ്ടികൾ അറിയാതെ ചുരുട്ടി. ഈ നിമിഷം പോലും തൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കാതെ താൻ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകളിൽ മുഴുകിപ്പോയല്ലോ എന്ന കുറ്റബോധം അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു. "ആദ്യമൊക്കെ ഓരോ ദിവസവും ഞാൻ വഴിയിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ അത് ശീലമായി. അമ്മയല്ലേ, കാത്തിരിക്കാൻ ഞാൻ പഠിച്ചു." അമ്മയുടെ ആ വാക്കുകളിൽ പരാതിയുണ്ടായിരുന്നില്ല. പകരം ഒരു വലിയ ശൂന്യതയായിരുന്നു. "അവൻ തിരിച്ചു വന്നാലോ?" എന്ന് മോഹൻ പതുക്കെ ചോദിച്ചു. "വന്നാൽ എന്താ? വാതിൽ എപ്പോഴും തുറന്നു തന്നെയല്ലേ കിടക്കുന്നത്." ഒരു വലിയ ഉദ്യോഗസ്ഥനായി മാറിയിട്ടും 12 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് മടങ്ങുക എന്നത് ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ കാര്യമാണെന്ന് മോഹന് അപ്പോൾ മനസ്സിലായി. അമ്മ തന്നെ തിരിച്ചറിയുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരുന്നത്. അകത്ത് ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കുന്നുണ്ടായിരുന്നു. അതിൽ അരിയോ പച്ചക്കറികളോ ഇല്ലായിരുന്നു. വെറും വെള്ളം മാത്രം. വിശപ്പടക്കാനല്ല, മറിച്ച് സമയം കളയാൻ വേണ്ടി മാത്രമാണ് അമ്മ അടുപ്പ് കത്തിച്ചിരുന്നത് എന്ന് മോഹൻ തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ അമ്മ ചുമയ്ക്കാൻ തുടങ്ങി. അടുത്തുള്ള ഒരു പഴയ തുണിസഞ്ചിയിൽ നിന്ന് കുറച്ച് ഗുളികകൾ അവർ പുറത്തെടുത്തു. ഡോക്ടറുടെ കുറിപ്പടിയോ കൃത്യമായ പാക്കിങ്ങോ ഇല്ലാത്ത ആ ഗുളികകൾ ഏതോ ചെറിയ കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. താൻ ഭരിക്കുന്ന ഈ ജില്ലയിലെ ആരോഗ്യ സംവിധാനങ്ങൾ എത്രത്തോളം മോശമാണെന്നും പാവപ്പെട്ടവർക്ക് മരുന്നുപോലും ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം നേരിട്ട് കണ്ടു. DM എന്ന നിലയിൽ താൻ വലിയ ഫയലുകളിൽ ഒപ്പിടുമ്പോൾ തൻ്റെ സ്വന്തം അമ്മ ഈ നിലയിലാണ് ജീവിച്ചിരുന്നത് എന്നത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അമ്മ മോഹനെ സൂക്ഷിച്ചു നോക്കി. "നീ തളർന്നിരിക്കുന്നു." "അല്ല അമ്മേ, കുഴപ്പമില്ല," മോഹൻ മറുപടി നൽകി. അമ്മ പതുക്കെ പുഞ്ചിരിച്ചു. "നുണ പറയണ്ട മോനെ, മുഖം നുണ പറയില്ല. എൻ്റെ മകനും എന്തെങ്കിലും ഒളിക്കുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു നോക്കിയിരുന്നത്." മോഹൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. "അമ്മയുടെ മകൻ." അദ്ദേഹം ആ പാതയിൽ നിർത്തി. "മോഹൻ." അമ്മ ആ പേര് മന്ത്രിച്ചു. ആ പേര് അന്തരീക്ഷത്തിൽ കുറച്ചുനേരം തങ്ങി നിന്നു. പഠിക്കാൻ മിടുക്കനായിരുന്നു, പക്ഷേ വലിയ ദേഷ്യക്കാരനായിരുന്നു. അവൻ എവിടെയെങ്കിലും വഴി തെറ്റിപ്പോകുമോ എന്ന് പേടിച്ചാണ് താൻ അവനെ കൂടുതൽ നിയന്ത്രിച്ചിരുന്നത്. ആ നിയന്ത്രണങ്ങളാണ് അവനെ എന്നിൽ നിന്ന് അകറ്റിയത് എന്ന് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. മോഹൻ്റെ മനസ്സിലേക്ക് ആ പഴയ രാത്രി കടന്നു വന്നു. ഒരു ചെറിയ തർക്കം,
ദേഷ്യത്തിൽ എടുത്ത ഒരു തീരുമാനം. ആരോടും പറയാതെ വീട് വിട്ടിറങ്ങിയ ആ നിമിഷം. അന്ന് രാത്രി താൻ അവനോട് പറയാൻ പാടില്ലാത്തത് പലതും പറഞ്ഞു. അമ്മയുടെ ശബ്ദം ഇടറി. "ഇല്ല അമ്മേ, അമ്മയുടെ തെറ്റല്ലാത്." മോഹൻ്റെ നാവിൽ നിന്ന് ആ വാക്കുകൾ അറിയാതെ പുറത്തു വന്നു. അമ്മ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. "നീ എന്തിനാണ് എൻ്റെ ഭാഗം പിടിക്കുന്നത്?" അമ്മ ഒരു നെടുവീർപ്പിട്ടു. "അവൻ അന്ന് മദ്യപിച്ചാണ് വന്നത്. നീ എൻ്റെ മകനായി ജനിക്കാൻ യോഗ്യനല്ല എന്ന് ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞുപോയി." ഒരു അമ്മയും തൻ്റെ മക്കളോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ അവൻ വീട്ടിലില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു അവൻ എന്നെ ഉപേക്ഷിച്ചു പോയെന്ന്. പക്ഷേ സത്യം അതല്ല. ഞാനാണ് അന്ന് അവനെ എന്നിൽ നിന്ന് അകറ്റിയത്. കുടിലിന് പുറത്ത് ഉദ്യോഗസ്ഥർ DM-ന്റെ മടക്കയാത്രയ്ക്കായി കാത്തുനിൽക്കുകയായിരുന്നു. എന്നാൽ ഉള്ളിൽ ഒരു ഭരണാധികാരിയും ഒരു സാധാരണ വൃദ്ധയും തമ്മിലുള്ള സംഭാഷണമല്ല നടന്നിരുന്നത്. മറിച്ച് വർഷങ്ങളോളം ഉള്ളിലൊതുക്കിയ സങ്കടങ്ങൾ പങ്കുവെക്കുന്ന ഒരു അമ്മയുടെയും അത് കേട്ട് നീറുന്ന ഒരു മകൻ്റെയും വിലാപമായിരുന്നു അത്. തൻ്റെ അധികാരം കൊണ്ടോ പണം കൊണ്ടോ ഈ 12 വർഷത്തെ അമ്മയുടെ കണ്ണീരിന് പരിഹാരം കാണാൻ കഴിയില്ലെന്ന് മോഹൻ തിരിച്ചറിഞ്ഞു. ആ കുടിലിൻ്റെ ഓരോ കോണിലും തൻ്റെ അസാന്നിധ്യം സൃഷ്ടിച്ച വേദനകൾ അദ്ദേഹം കണ്ടു. അമ്മയുടെ തകർന്ന കണ്ണടയും ഒഴിഞ്ഞ പാത്രങ്ങളും അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമായിരുന്നു: "ഇത്രയും കാലം നീ എവിടെയായിരുന്നു?" കുടിലിനുള്ളിൽ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്ന മോഹൻ പുറത്തെ ബഹളങ്ങൾ കേട്ടാണ് ബോധമന്ദിരത്തിലേക്ക് തിരിച്ചു വന്നത്. ഗ്രാമവാസികൾ പലരും കുടിലിന് പുറത്ത് തടിച്ചുകൂടിയിരുന്നു. 12 വർഷം മുൻപ് താൻ ഓടിക്കളിച്ച ആ മുറ്റത്ത് ഇന്ന് നീല ലൈറ്റുകൾ കത്തുന്ന ഔദ്യോഗിക വാഹനങ്ങൾ കാത്തു നിൽക്കുന്നു. മോഹൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അപ്പോൾ നനഞ്ഞിരുന്നു. പുറത്തു നിൽക്കുന്ന ഉദ്യോഗസ്ഥർ DM-ന്റെ മുഖത്ത് ആ മാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു. സാധാരണയായി ഫയലുകളിലും നിയമങ്ങളിലും മാത്രം ശ്രദ്ധിക്കുന്ന കർക്കശക്കാരനായ ഉദ്യോഗസ്ഥനല്ല ഇപ്പോൾ അവരുടെ മുന്നിൽ നിൽക്കുന്നത്. മോഹൻ മുറ്റത്തു കിടന്ന ആ പഴയ ചാരുകസേരയിൽ ഇരുന്നു. അത് തൻ്റെ അച്ഛൻ ഉപയോഗിച്ചതായിരുന്നു. "എന്താണ് നിങ്ങളുടെ പരാതികൾ? എന്നുറക്കെ പറയൂ" എന്ന് അദ്ദേഹം ഗ്രാമവാസികളോട് പറഞ്ഞു. ആദ്യമൊക്കെ എല്ലാവരും അടിച്ചു നിന്നു. എന്നാൽ DM തങ്ങളോട് വളരെ സാധാരണക്കാരനായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നു. "സാർ, ഈ കാണുന്ന അമ്മയുടെ പെൻഷൻ 3 വർഷമായി മുടങ്ങിയിരിക്കുകയാണ്" എന്ന് അയാൾ കുടിലിന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. മോഹൻ ഞെട്ടിപ്പോയി. തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന SDM-നെ അദ്ദേഹം രൂക്ഷമായി നോക്കി. "എന്തുകൊണ്ട്?" എന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഉദ്യോഗസ്ഥൻ പതറി. "സാർ, ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു" എന്ന സാങ്കേതിക മറുപടിയാണ് അവർ നൽകിയത്. ഒരു വൃദ്ധയ്ക്ക് ആധാർ ലിങ്ക് ചെയ്യാൻ അറിയില്ല എന്നതുകൊണ്ട് 3 വർഷം അവരെ പട്ടിണിക്കിട്ട സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് താനെന്ന് മോഹൻ വേദനയോടെ ഓർത്തു. പിന്നീട് പരാതികളുടെ പ്രളയമായിരുന്നു. റേഷൻ കാർഡിൽ പേരില്ലാത്തവർ, ചികിത്സയ്ക്ക് പണമില്ലാത്തവർ, പൊട്ടിപ്പൊളിഞ്ഞ സ്കൂളിനെക്കുറിച്ച് പറയുന്നവർ. ഓരോ പരാതിയും കേൾക്കുമ്പോൾ തൻ്റെ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഗ്രാമത്തിലെ ഓരോ വീട്ടിലുമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനിടയിലാണ് ഗ്രാമത്തിലെ ഒരു മുതിർന്ന വ്യക്തി മുന്നോട്ട് വന്നത്. "സാർ, നിങ്ങൾ ഇത്രയും വലിയ ഉദ്യോഗസ്ഥനായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ അമ്മ ഇങ്ങനെയൊരു കുടിലിൽ താമസിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ടാകും. എന്നാൽ ഒരു സത്യമുണ്ട്, ഈ അമ്മ ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല." മോഹൻ ആ വാക്കുകൾ ശ്രദ്ധിച്ചു. "അവർക്ക് ഉണ്ടായിരുന്ന ആകെ ഒരു തുണ്ട് ഭൂമി പോലും അവർ വിറ്റുകളഞ്ഞു" എന്ന് ആ വൃദ്ധൻ പറഞ്ഞപ്പോൾ മോഹൻ സ്തംഭിച്ചുപോയി. "എന്തിന്? ആർക്കു വേണ്ടി?" എന്ന് അദ്ദേഹം ചോദിച്ചു. "ഗ്രാമത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയായിരുന്നു അത്. തൻ്റെ മകൻ പഠിച്ച് വലിയ നിലയിൽ എത്തിയതുപോലെ ഈ ഗ്രാമത്തിലെ മറ്റു കുട്ടികളും വരണമെന്ന് അവർ ആഗ്രഹിച്ചു."
ആ ഭൂമി വിറ്റ പണം കൊണ്ടാണ് ഈ ഗ്രാമത്തിലെ ചെറിയ സ്കൂൾ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. 6 വർഷം മുമ്പാണ് ആ അമ്മ ഈ തീരുമാനമെടുത്തതെന്ന് അറിഞ്ഞപ്പോൾ മോഹൻ്റെ ശ്വാസം നിലച്ചുപോയി. തൻ്റെ മകൻ തന്നെ മറന്നിട്ടും മകൻ്റെ പേര് നിലനിർത്താൻ ആ അമ്മ ഗ്രാമത്തിലെ വിദ്യാഭ്യാസത്തിനായി സ്വന്തം മണ്ണ് ദാനം ചെയ്തിരിക്കുന്നു. പട്ടിണി കിടന്നപ്പോഴും മകൻ പഠിപ്പിച്ച ഓർമ്മകൾ അവർ മറ്റുള്ളവരിലൂടെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. മോഹൻ വീണ്ടും കുടിലിനുള്ളിലേക്ക് നോക്കി. അവിടെ ആ അമ്മ തൻ്റെ തകർന്ന കണ്ണടയിലൂടെ മകനെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. അവർക്ക് തൻ്റെ മകൻ തിരിച്ചു വന്നതിനേക്കാൾ വലിയ സന്തോഷം അവൻ ഒരു നല്ല ഭരണാധികാരിയായി ഗ്രാമത്തിൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നു എന്നതായിരുന്നു. ഇന്ന് ഓഫീസ് ജോലികളില്ല. ഇന്ന് ഞാൻ ഇവിടെ ഗ്രാമവാസികൾക്കൊപ്പം ഉണ്ടാകും എന്ന് മോഹൻ പ്രഖ്യാപിച്ചു. ഉദ്യോഗസ്ഥർക്ക് അതൊരു വലിയ പാഠമായിരുന്നു. നിയമങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിന് വലിയ സ്ഥാനമുണ്ടെന്ന് അവർ ആ നിമിഷം മനസ്സിലാക്കി. ആ സമയം ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി. ഒരു വലിയ പേമാരിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഗ്രാമവാസികൾ പിരിഞ്ഞുപോയി. എന്നാൽ മോഹൻ അവിടെ തന്നെ ഇരുന്നു. തൻ്റെ അമ്മയുടെ ത്യാഗത്തിനു മുന്നിൽ തൻ്റെ IAS പദവി എത്ര നിസ്സാരമാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. അമ്മ വെറും ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു വലിയ ദർശനമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ആ രാത്രി ഗ്രാമത്തിൽ പെയ്യാൻ പോകുന്ന മഴ മോഹൻ്റെ ഉള്ളിലെ അഹങ്കാരത്തെയും കുറ്റബോധത്തെയും കഴുകിക്കളയാനുള്ളതായിരുന്നു. ഗ്രാമത്തിൻ്റെ ആകാശത്ത് കറുത്ത മേഘങ്ങൾ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പൊടുന്നനെ വീശിയടിച്ച കാറ്റിൽ മരങ്ങൾ ഉലഞ്ഞു. വൈകാതെ തന്നെ വലിയ തുള്ളികളോടെ മഴ പെയ്തു തുടങ്ങി. ഗ്രാമവാസികൾ തങ്ങളുടെ വീടുകളിലേക്ക് ഓടി ഒളിച്ചു. എന്നാൽ മോഹൻ ആ കുടിലിന് മുന്നിൽ തന്നെ നിന്നു. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്ത ആ കുടിൽ ആ കനത്ത മഴയെ എങ്ങനെ അതിജീവിക്കുമെന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു. മഴ കനത്തതോടെ കുടിലിൻ്റെ ടിൻമേൽക്കൂരയിലൂടെ വെള്ളം അകത്തേക്ക് ഒലിച്ചിറങ്ങാൻ തുടങ്ങി. തൻ്റെ അമ്മ പട്ടിണി കിടന്നത് മാത്രമല്ല, ചോർന്നൊലിക്കുന്ന ഈ കൂരയ്ക്കുള്ളിൽ ഭയന്നാണ് ഓരോ മഴക്കാലവും തള്ളി നീക്കിയത് എന്ന് മോഹൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് അകത്തേക്ക് ഓടിക്കയറി. അവിടെ തറയിൽ വീഴുന്ന വെള്ളപാത്രങ്ങൾ വെച്ച് പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ വൃദ്ധ. അമ്മേ, നിങ്ങൾ അവിടെ ഇരിക്കൂ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് മോഹൻ ആ പാത്രങ്ങൾ വാങ്ങി. ജില്ലയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ ആ കുടിലിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വെള്ളം പുറത്തേക്ക് കളയുകയായിരുന്നു. പുറത്ത് കാത്തുനിന്ന ഉദ്യോഗസ്ഥർ സഹായത്തിനായി വന്നുവെങ്കിലും മോഹൻ അവരെ കൈകൾ കൊണ്ട് തടഞ്ഞു. ഇതൊരു DM-ന്റെ ജോലിയല്ല, ഇതൊരു മകൻ്റെ കടമയാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അധികാരത്തിൻ്റെ തലക്കനം മുഴുവൻ ആ മഴവെള്ളത്തിൽ ഒലിച്ചുപോയി. ആ രാത്രി അദ്ദേഹം ആ പാവം വൃദ്ധയുടെ മകൻ മാത്രമായിരുന്നു. തിളങ്ങുന്ന ഷൂസുകൾ ചെളിയിൽ മുങ്ങി. തൻ്റെ വേഷം ആകെ നനഞ്ഞു കുതിർന്നു. എങ്കിലും ആ അമ്മയുടെ കട്ടിൽ നനയാതിരിക്കാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. ഇതിനിടയിൽ മഴയുടെ ശബ്ദം കേട്ട് അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. തണുപ്പ് കൂടിയതോടെ അവരുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അമ്മേ, അമ്മേ എന്ന് വിളിച്ച് മോഹൻ അവരെ ചേർത്തു പിടിച്ചു. പെട്ടെന്ന് അമ്മയുടെ തല കറങ്ങി. അവർ മോഹൻ്റെ കൈകളിലേക്ക് തളർന്നു വീണു. ഭയന്നുപോയ മോഹൻ ഉറക്കെ ഡോക്ടറെ വിളിച്ചു. വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന മെഡിക്കൽ ടീം ഉടൻ തന്നെ അവിടേക്ക് ഓടിയെത്തി. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, അമിതമായ തളർച്ചയും തണുപ്പും കാരണമാണ് ബോധം പോയത്. ഈ അവസ്ഥയിൽ ഇവരെ ഇവിടെ താമസിപ്പിക്കുന്നത് അപകടമാണ്. ഉടൻ തന്നെ നഗരത്തിലെ ആശുപത്രിയിലേക്ക് മാറ്റണം. എന്നാൽ ബോധം തിരികെ കിട്ടിയപ്പോൾ അമ്മ മോഹൻ്റെ കൈകൾ മുറുക്കെ പിടിച്ചു. എനിക്ക് ഒരിടത്തും പോകേണ്ട മോനെ, നിന്റെ അച്ഛൻ്റെ ഓർമ്മകൾ ഇവിടെയുണ്ട്. ഞാൻ ഇവിടെ തന്നെ മരിക്കും.
ആ വാക്കുകൾക്ക് മുന്നിൽ മോഹൻ തോറ്റുപോയി. അമ്മയെ നിർബന്ധിച്ച് മാറ്റേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആ രാത്രി മുഴുവൻ അദ്ദേഹം അമ്മയുടെ കട്ടിലിന് അരികിൽ നിലത്ത് ഇരുന്നു. മഴയുടെ ശബ്ദത്തിനിടയിൽ അമ്മ പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. മോഹൻ, നീ വലുതായപ്പോൾ എന്നെ മറന്നുപോയതിനാൽ എനിക്ക് പരാതിയില്ല. പക്ഷേ ഞാൻ നിന്നെ എന്നും ഓർത്തിരുന്നു. നീ ഒരു നല്ല മനുഷ്യനാകണം എന്നായിരുന്നു എൻ്റെ ഒരേ ഒരു ആഗ്രഹം. മോഹൻ ഒന്നും മിണ്ടാതെ അമ്മയുടെ വിറയ്ക്കുന്ന കൈകൾ തൻ്റെ കൈക്കുള്ളിൽ ചേർത്തുവെച്ചു. അർദ്ധരാത്രി ആയപ്പോൾ മഴ പതുക്കെ ശമിച്ചു. ആ കാപ്പിരിക്കുടിലിനുള്ളിൽ നേരിയ വെളിച്ചം മാത്രം അവശേഷിച്ചു. നീ ഉറങ്ങുന്നില്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ, ഇല്ല അമ്മേ, എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് അദ്ദേഹം മറുപടി നൽകി. വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച ആ നിമിഷങ്ങൾ കളയാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. തൻ്റെ ഫയലുകളെക്കാളും മീറ്റിങ്ങുകളെക്കാളും വലിയ പാഠങ്ങളാണ് ആ അമ്മയുടെ സാമീപ്യം തനിക്ക് നൽകുന്നതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നേരം പുലരാൻ തുടങ്ങിയപ്പോൾ ഗ്രാമത്തിൽ ഒരു പുതിയ പ്രകാശം പരന്നു. പക്ഷേ ആ പ്രകാശം വെറും ഒരു സൂര്യോദയത്തിൻ്റെതായിരുന്നില്ല. മോഹൻ്റെ ജീവിതത്തിലെ ഇരുട്ട് മാറി തുടങ്ങിയതിൻ്റെ സൂചനയായിരുന്നു അത്. അമ്മയുടെ ശ്വാസം ഇപ്പോൾ സാധാരണ നിലയിലായിരിക്കുന്നു. പുറത്തു ഉദ്യോഗസ്ഥർ DM-ന്റെ അടുത്ത നീക്കത്തിനായി കാത്തു നിൽക്കുകയാണ്. പക്ഷേ മോഹൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ ഗ്രാമത്തിൽ നടക്കാൻ പോകുന്നത് സാധാരണ ഒരു സന്ദർശനമല്ല, മറിച്ച് ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. അമ്മയുടെ കുടിലിൽ ചിലവഴിച്ച ആ രാത്രി മോഹൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠശാലയായിരുന്നു. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ ഗ്രാമത്തിലെ കാറ്റിൽ ഒരു പുതിയ ഊർജമുണ്ടായിരുന്നു. മോഹൻ കുടിലിന് പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഉറക്കമില്ലാത്ത രാത്രിയുടെ തളർച്ചയുണ്ടായിരുന്നെങ്കിലും മനസ്സിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പുറത്ത് കാത്തുനിന്ന ഉദ്യോഗസ്ഥർ DM എപ്പോഴാണ് നഗരത്തിലേക്ക് മടങ്ങുന്നതെന്ന് അറിയാൻ ആകാംക്ഷയോടെ നിന്നു. എന്നാൽ മോഹൻ്റെ വാക്കുകൾ അവരെ അത്ഭുതപ്പെടുത്തി. ഇന്ന് നമ്മൾ മടങ്ങുന്നില്ല. ഈ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും ഞാൻ നേരിട്ട് വരും. ഔദ്യോഗികമായ ഫയലുകളല്ല, മറിച്ച് ഇവിടുത്തെ മനുഷ്യരുടെ മുഖങ്ങളാണ് എനിക്ക് വായിക്കേണ്ടത്, മോഹൻ പ്രഖ്യാപിച്ചു. അദ്ദേഹം ഗ്രാമത്തിലെ ഇടുങ്ങിയ ഗലികളിലൂടെ നടന്നു. ഓരോ വീടിനു മുന്നിലും അദ്ദേഹം നിന്നു. സാധാരണയായി DM വരുന്നു എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഭയന്നു മാറി നിൽക്കാറാണ് പതിവ്. എന്നാൽ മോഹൻ അവരോട് സംസാരിച്ചത് ഒരു ഉദ്യോഗസ്ഥനായല്ല, മറിച്ച് ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു മകനായാണ്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പ്രായമായ ഒരു അച്ഛൻ മരുന്നില്ലാതെ കഷ്ടപ്പെടുന്നത് അദ്ദേഹം കണ്ടു. മറ്റൊരു വീട്ടിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും സ്കൂൾ ദൂരെയുള്ളതിനാൽ പഠനം നിർത്തിയ പെൺകുട്ടികളെ അദ്ദേഹം കണ്ടു. തൻ്റെ അമ്മ അനുഭവിച്ച അതേ വേദനകൾ ഈ ഗ്രാമത്തിലെ ഓരോ വീടിൻ്റെയും ഉള്ളിലുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഗ്രാമത്തിൽ ഇത്രയും വലിയ വികസന മുരടിപ്പ് എന്ന് അദ്ദേഹം തന്നോട് തന്നെ ചോദിച്ചു. ഓരോ ചോദ്യത്തിനും പിന്നിൽ സിസ്റ്റത്തിൻ്റെ വലിയ വീഴ്ചകളായിരുന്നു ഉത്തരമായി ലഭിച്ചത്. മോഹൻ ഉടൻ തന്നെ ഒരു അടിയന്തര യോഗം വിളിച്ചു. ഒരു മരത്തണലിലിരുന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. എൻ്റെ അമ്മയുടെ ഭൂമി വിറ്റ പണം കൊണ്ട് പണിത ആ പഴയ സ്കൂൾ ഞാൻ കണ്ടു. അത് വെറും ഒരു കെട്ടിടമല്ല, ഈ ഗ്രാമത്തിൻ്റെ പ്രതീക്ഷയാണ്. ആ സ്ഥാനത്ത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു പുതിയ സ്കൂൾ വരണം. അത് ഈ ഗ്രാമത്തിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടണം. ആ സ്കൂളിൻ്റെ നിർമ്മാണത്തിന് താൻ വ്യക്തിപരമായ ഫണ്ടിൽ നിന്നും പണം നൽകാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. മാസങ്ങൾ കടന്നുപോയി. മോഹൻ തൻ്റെ ഓഫീസിലെ തിരക്കുകൾക്കിടയിലും ആഴ്ചയിലൊരിക്കൽ ഗ്രാമത്തിലെത്തി പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തി. ഗ്രാമത്തിലേക്കുള്ള റോഡുകൾ പണിയാൻ അദ്ദേഹം മുൻകൈയെടുത്തു. കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി. ഗ്രാമവാസികൾക്ക് ഇപ്പോൾ മോഹൻ വെറും ഒരു DM അല്ല, തങ്ങളുടെ പ്രിയപ്പെട്ട മോഹൻ മോൻ ആണ്. തൻ്റെ മകൻ ഗ്രാമത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് അമ്മയുടെ ഉള്ളം നിറഞ്ഞു. അവരുടെ ആരോഗ്യം പതുക്കെ മെച്ചപ്പെട്ടു തുടങ്ങി.
താൻ നട്ട വിത്തുകൾ പൂത്തുലയുന്നത് കാണാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. സ്കൂൾ നിർമ്മാണം പൂർത്തിയായ ദിവസം ഗ്രാമത്തിൽ ഒരു വലിയ ഉത്സവം തന്നെ നടന്നു. കുട്ടികൾ പുതിയ യൂണിഫോം ധരിച്ച് സന്തോഷത്തോടെ ഓടി നടന്നു. ഗ്രാമത്തിലെ ഓരോ മുതിർന്ന വ്യക്തിയുടെയും കണ്ണുകളിൽ നന്ദിയും അഭിമാനവും ഉണ്ടായിരുന്നു. ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഞാനല്ല, എൻ്റെ അമ്മയാണ് എന്ന് മോഹൻ എപ്പോഴും പറയുമായിരുന്നു. അമ്മയുടെ ആ വലിയ ചിന്തയാണ് ഇന്ന് ഈ ഗ്രാമത്തെ പ്രകാശത്തിലേക്ക് നയിക്കുന്നത്. സ്കൂളിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിക്കപ്പെട്ടു. വലിയ രാഷ്ട്രീയ നേതാക്കളെയും വിഐപികളെയും ക്ഷണിക്കണമെന്ന് ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചെങ്കിലും മോഹൻ അത് നിരസിച്ചു. ഈ വിദ്യാലയം തുറക്കേണ്ടത് എൻ്റെ അമ്മയാണ്, അവരുടെ ത്യാഗത്തിൻ്റെ ഫലമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന ദിവസം ആ അമ്മ തൻ്റെ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ആ സ്കൂളിൻ്റെ റിബൺ മുറിക്കുമ്പോൾ അത് വെറും ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നില്ല, മറിച്ച് ഒരു ഗ്രാമത്തിൻ്റെ സ്വപ്നങ്ങളുടെ വിജയമായിരുന്നു. അമ്മയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ പൊഴിഞ്ഞു. അവർ മോഹനെ നോക്കി പതുക്കെ മന്ത്രിച്ചു, ഇപ്പോൾ എനിക്ക് സമാധാനമായി മോനെ. നീ എൻ്റെ നല്ല മകൻ മാത്രമല്ല, ഈ ഗ്രാമത്തിൻ്റെ നല്ല മകൻ കൂടിയാണ്. ആ വാക്കുകൾ മോഹന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമായിരുന്നു. എന്നാൽ ആ വലിയ സന്തോഷത്തിന് പിന്നാലെ ഒരു വലിയ വിധി കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. പ്രകൃതി അതിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഗ്രാമം മുഴുവൻ ആ പുതിയ വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് തടിച്ചുകൂടിയിരുന്നു. വർഷങ്ങളായി തങ്ങൾ കണ്ടിരുന്ന തകർന്ന കെട്ടിടത്തിന് പകരം പെയിൻ്റ് അടിച്ച് മനോഹരമാക്കിയ വലിയ ജനലുകളുള്ള ഒരു പുതിയ ലോകം തങ്ങളുടെ കുട്ടികൾക്കായി തുറക്കപ്പെടാൻ പോകുന്നു. മോഹൻ തൻ്റെ അമ്മയുടെ കൈകൾ മുറുകെ പിടിച്ചിരുന്നു. ആ അമ്മയുടെ മുഖത്ത് ഇന്നൊരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. താൻ ഒരു കാലത്ത് ഈ ഗ്രാമത്തിലെ കുട്ടികൾക്കായി വിട്ടുകൊടുത്ത ഭൂമിയിൽ ഇന്ന് വിദ്യയുടെ വലിയൊരു ഗോപുരം ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ അവരുടെ ഉള്ളം അഭിമാനം കൊണ്ട് നിറഞ്ഞു. ഉദ്യോഗസ്ഥരും നാട്ടുകാരും നിറഞ്ഞ വേദിയിലേക്ക് മോഹൻ അമ്മയെ സാവധാനം നയിച്ചു. റിബൺ മുറിക്കാൻ കത്രിക അമ്മയുടെ കൈകളിലേക്ക് നൽകുമ്പോൾ മോഹൻ്റെ കണ്ണുകൾ ഈറണിഞ്ഞു. അമ്മ റിബൺ മുറിച്ച നിമിഷം ഗ്രാമം മുഴുവൻ കൈയടിയാൽ മുഖരിതമായി. കുട്ടികൾ മോഹൻ ഭയ്യ എന്നും മാതാജി എന്നും വിളിച്ചുകൊണ്ട് ചുറ്റും കൂടി. തൻ്റെ മകൻ വലിയൊരു ഉദ്യോഗസ്ഥനായതിനേക്കാൾ താൻ സ്നേഹിക്കുന്ന ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അവൻ ഈ പ്രവൃത്തി ചെയ്തതിലാണ് ആ അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. അമ്മ പെട്ടെന്ന് മോഹനെ അരികിലേക്ക് വിളിച്ചു. മോഹൻ, ഇന്ന് എൻ്റെ മനസ്സ് നിറഞ്ഞു, എൻ്റെ കടമകൾ തീർന്നു എന്ന് എനിക്ക് തോന്നുന്നു. അമ്മയുടെ ശബ്ദം വളരെ പതുക്കെയായിരുന്നു, പക്ഷേ അതിലൊരു വലിയ ആശ്വാസമുണ്ടായിരുന്നു. പൊടുന്നനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അമ്മയുടെ ശരീരം അയഞ്ഞു തുടങ്ങി. അവർ മോഹൻ്റെ തോളിലേക്ക് പതുക്കെ ചാഞ്ഞു. അമ്മേ അമ്മേ എന്ന് മോഹൻ പരിഭ്രമത്തോടെ വിളിച്ചു. ആ സന്തോഷ നിമിഷങ്ങൾ നിമിഷനേരം കൊണ്ട് വലിയൊരു നിശബ്ദതയിലേക്ക് വഴിമാറി. വേദിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ ഓടിയെത്തി പരിശോധിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. വർഷങ്ങളായി തൻ്റെ മകന് വേണ്ടി കാത്തിരുന്ന, അവൻ്റെ വിജയം നേരിൽ കാണാൻ ആഗ്രഹിച്ച ആ ഹൃദയം അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി നിശ്ചലമായിരുന്നു. ആ വലിയ സന്തോഷം താങ്ങാൻ ആ വയസ്സായ ഹൃദയത്തിന് കഴിഞ്ഞില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ഗ്രാമത്തിൻ്റെ ആ വലിയ ആഘോഷം ഒരു വിലാപയാത്രയായി മാറി. കൊട്ടും ബഹളവും നിലച്ചു. കുട്ടികൾ കരഞ്ഞുകൊണ്ട് ആ വിദ്യാലയ മുറ്റത്തു നിന്നു. മോഹൻ ഒരു പ്രതിമയെപ്പോലെ നിന്നുപോയി. 12 വർഷം കഴിഞ്ഞ് താൻ അമ്മയെ കണ്ടെത്തിയിട്ട് മാസങ്ങൾ മാത്രമേ ആയുള്ളൂ. ഇത്ര പെട്ടെന്ന് അമ്മ തന്നെ വിട്ടുപോകുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല. അമ്മേ, എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് ഒരുമിച്ച് താമസിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് മോഹൻ പൊട്ടിക്കരഞ്ഞു. അന്ന് അദ്ദേഹം ആ ജില്ലയിലെ കരുത്തനായ DM ആയിരുന്നില്ല, മറിച്ച് അമ്മയെ നഷ്ടപ്പെട്ട ഒരു ചെറിയ കുട്ടി മാത്രമായിരുന്നു. ഗ്രാമത്തിലെ ശ്മശാനത്തിലേക്ക് ആ അമ്മയുടെ ഭൗതികദേഹം കൊണ്ടുപോകുമ്പോൾ ഗ്രാമവാസികൾ ഓരോരുത്തരും തങ്ങളുടെ സ്വന്തം അമ്മ നഷ്ടപ്പെട്ടതുപോലെയാണ് കരഞ്ഞത്. തൻ്റെ ഏക തുണ്ട് ഭൂമി പോലും ഗ്രാമത്തിന് നൽകിയ ആ അമ്മ ഇന്ന് ആ ഗ്രാമത്തിൻ്റെ മണ്ണിൽ അലിഞ്ഞു ചേരാൻ പോകുന്നു. മോഹൻ തൻ്റെ അമ്മയ്ക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്തു. ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ അദ്ദേഹം ഓർമ്മിച്ചത് ആ പഴയ പട്ടിണി കിടന്ന രാത്രികളെക്കുറിച്ചാണ്. തനിക്ക് വേണ്ടി മാത്രം ജീവിച്ച ആ അമ്മ ഇനി ഓർമ്മകളിൽ മാത്രം. അടുത്ത കുറച്ച് ദിവസങ്ങൾ മോഹൻ ഗ്രാമത്തിൽ തന്നെ തുടർന്നു. അദ്ദേഹം നഗരത്തിലെ തൻ്റെ ബംഗ്ലാവിലേക്ക് മടങ്ങിപ്പോകില്ല. ഔദ്യോഗികമായ ഫയലുകൾ ഒന്നും അദ്ദേഹം തൊട്ടില്ല. അദ്ദേഹം ആ പഴയ കുടിലിൻ്റെ മുറ്റത്ത് അമ്മ ഇരുന്നിരുന്ന അതേ കട്ടിലിൽ നിശബ്ദനായിരുന്നു.
അമ്മയുടെ ഒഴിഞ്ഞു കിടക്കുന്ന മൺപാത്രങ്ങളും തകർന്ന കണ്ണടയും അദ്ദേഹത്തെ കൂടുതൽ സങ്കടപ്പെടുത്തി. പക്ഷേ ആ സങ്കടങ്ങൾക്കിടയിലും മോഹൻ ഒരു കാര്യം ഉറപ്പിച്ചു. അമ്മയുടെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ. അമ്മയുടെ ആശയങ്ങൾ ഈ ഗ്രാമത്തിൽ എക്കാലവും ജീവിക്കണം. അമ്മ തന്നോട് അവസാനമായി പറഞ്ഞ ആ വാക്കുകൾ മനസ്സ് നിറഞ്ഞു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം.